ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. സിപിഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. PM ശ്രീയിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇത്തരത്തിൽ എതിർപ്പ് കൂടുതൽ വ്യക്തമാക്കുകയാണോ CPI? യോഗം അവസാനിച്ചോ? അമൃത, CPM സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPI സെക്രട്ടേറിയറ്റ് യോഗം നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ന് പറയുന്നത് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ ചില കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അക്കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് PMC വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് CPI എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വൈകിട്ട് 5 മണിക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ട ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും ഇപ്പോൾ CPI സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് ഈ മാസം 27 ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അന്തിമ തീരുമാനം നൽകും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനം തിരുത്തുന്നതുവരെ അതേ രീതിയിൽ തന്നെയുള്ള നിലപാട് CPI തുടരും എന്നുള്ള കാര്യങ്ങൾ കൂടി CPI വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIയുടെ മന്ത്രിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അക്കാര്യങ്ങൾ തന്നെ ഈ പറയുന്ന മന്ത്രിമാർ ഇപ്പോൾ ഓൺലൈനിൽ ഈ പറയുന്ന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ തന്നെ പറയുന്നത് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം, കാരണം മന്ത്രിസഭയിൽ നിന്ന് അടക്കം വലിയ അവഗണന നേരിട്ടിരുന്നു. അക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിച്ചത്. അവർ തന്നെയാണ് അക്കാര്യങ്ങൾ ഈ സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മന്ത്രിമാർ തന്നെ കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ CPIയുടെ അതൃപ്തിയെ തുടർന്നുകൊണ്ട് അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K രാജൻ ഇതുമായി ബന്ധപ്പെട്ട അജണ്ടയിലില്ലാത്ത വിഷയമായിട്ട് പോലും അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനകത്ത് ഒരു തരത്തിലുമുള്ള ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിനകത്തുണ്ടായിട്ടുള്ള ഒരു അതൃപ്തിയും അങ്ങേയറ്റം തങ്ങളെ അവഗണിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം ഈ പറയുന്ന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന CPI മന്ത്രിമാർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്തൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ അത് മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് CPIക്ക് രേഖപ്പെടുത്താൻ കഴിയുകയില്ല. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുക എന്നുള്ള ഒരു തീരുമാനം മന്ത്രിമാർ തന്നെ സംസ്ഥാന സെക്രട്ടറിയെയും സെക്രട്ടറി യോഗത്തിൽ അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു അന്തിമമുള്ള തീരുമാനമുണ്ടാവുക CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷമായിരിക്കും. എന്തായാലും ഇതിനകത്ത് അത് പരസ്യമായിട്ട് മന്ത്രിമാർ പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ചില ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കുകയാണ്, കാരണം ഞങ്ങളെ അവഗണിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. CPI മന്ത്രിമാർ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുകയാണ് എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു അവഗണന അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള അത്തരം അവഗണനയ്ക്ക് ഒരു മറുപടി എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറി നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം അറിയിപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവും. അല്പസമയം മുമ്പ് GRNൽ ഈ യോഗം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആവർത്തി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ്. പക്ഷേ എന്താണ് തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ആദ്യഘട്ടത്തിലെടുത്ത നിലപാട് എന്താണോ അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതുപോലെ മന്ത്രി GRNലും അടക്കം സ്വീകരിച്ചിരിക്കുന്നത്. നിലപാടിൽ ഒരു മാറ്റവുമില്ല. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI മന്ത്രിമാർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. അമൃത, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ മാധ്യമങ്ങളെ കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ പ്രതികരണത്തിന് ശേഷം CPIയുടെ കൃത്യമായൊരു തീരുമാനം അറിയിക്കാമെന്നുള്ള നിലപാടിലാണോ CPI ഉള്ളത് ഷിജോ? കാരണം ഇത്രയും നേരമായി യോഗം പുരോഗമിക്കുകയാണ്. ഇത്രയും നേരമായി അത് അനന്തമായി തന്നെ നീളുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. തീരുമാനം എന്താണെന്ന് അറിയിച്ചിട്ടില്ലല്ലോ. അമൃത, ഇതിപ്പോൾ സാധാരണഗതിയിൽ CPIയുടെ ഒരു സെക്രട്ടറി യോഗം ഇത്രയും നേരം നീണ്ടു പോകാറില്ല. സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ സെക്രട്ടറി യോഗം നീണ്ടുപോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് മന്ത്രിമാരടക്കം തങ്ങൾക്കുണ്ടായിട്ടുള്ള അവഗണന, തങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമം, ആശങ്ക, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മന്ത്രിമാർ ഈ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി CPM നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും, അതിനുശേഷം CPI പരസ്യമായിട്ട് പറയാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്.
പറയുന്നത്. അതായത് CPI നേതൃത്വം ഇനിയിപ്പോൾ എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ അത് CPMന്റെ വിശദീകരണം എന്താണെന്ന് അറിയട്ടെ. അതായത് 3:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ മാധ്യമങ്ങളെ കാണുമ്പോൾ CPMന്റെ നിലപാട് എന്താണ്, അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ കാര്യത്തിനകത്ത് വിശദീകരണം നൽകാനായിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ CPIMന്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയും ഇതിനകത്തുള്ള നിലപാട് അവരെന്താണ് ഇതിനകത്ത് പറയുക എന്നുള്ളത് കൂടി കേട്ടിട്ട് CPIയുടെ തീരുമാനങ്ങൾ അറിയിക്കാം എന്നുള്ളത് കൊണ്ടാണ് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണാം എന്നുള്ള കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിസഭാ യോഗത്തിൽ നേരിട്ടത് അങ്ങേയറ്റം അവഗണനയാണ്. അപ്പോൾ ഈ അവഗണന തുടർന്നുകൊണ്ടും അതിനകത്ത് തുടരുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ അവഗണന അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം, ആശങ്ക ഇതെല്ലാം പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാൻ കഴിയാതെ അത് എന്തുകൊണ്ട് പോയി ഒപ്പിട്ടു. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വിലയില്ല എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും CPI മന്ത്രിമാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIയുടെ ഈ പറയുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ വൈകിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ മാത്രമാണ് നമുക്കിതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിനകത്ത് എത്രമാത്രം ഉറപ്പുണ്ട്, അതിനകത്ത് ഇവരുടെ തീരുമാനം അന്തിമമാണോ, അത് സംബന്ധിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യമുണ്ടാവുക. പക്ഷേ മന്ത്രിമാർ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകാരം കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതാണ്. CPI ഈ മാസം 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോഴായിരിക്കും ഇതിനകത്ത് അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടാകുക. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI എന്ത് നിലപാട് സ്വീകരിച്ചോ അതിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ CPI നേതൃത്വം ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അതായത് ഷിജോ, ഇതിപ്പോൾ ഈ തീരുമാനം തിരുത്തുന്നത് വരെ ഇങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് അടക്കം വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് CPI എത്തിയതെങ്കിൽ നമുക്കറിയാം ഇന്നലെ ഇതാ ധാരണാപത്രം ഒപ്പിടുന്നു. അത് മാത്രമല്ല ഏതൊക്കെ സ്കൂളുകളിലാണ് ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു പട്ടികയൊക്കെ നിലവിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ CPI എത്ര നാൾ ഇത്തരത്തിൽ വിട്ടുനിന്ന് പ്രതിഷേധിക്കും?